ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് തൈ എടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പോട്ടിംഗ് മിക്സർ എങ്ങനെയാണ്, അതിൻ്റെ വളപ്രയോഗം, ഇതിൻ്റെ സംരക്ഷണം, ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ സ്ക്രീനിൽ തന്നിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം. അപ്പോൾ ഇതിൻ്റെ തൈ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, ഇതിൻ്റെ ചുവട്ടിൽ വരുന്ന തൈകൾ നമ്മൾ പൊളിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് തന്നെ, അതായത് തണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, ഇതിൻ്റെ കാണ്ടം. ഈ കാണ്ടം മുറിച്ച് വെച്ചാലും തൈ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പീസായിട്ട് ഇപ്പോൾ 2 പീസ് റെഡിയാക്കി എടുത്ത് ഇതിൽ ഫംഗസ് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി സാപ്പ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിലാണെങ്കിൽ ഈ ഭാഗത്തുനിന്നും 2 തൈ മുളച്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ്ട ഈ ഭാഗത്ത് ഇതൊരു ചെറിയ കുഞ്ഞ് തൈയാണ്. ഇരിക്കുന്ന ഒരെണ്ണം, ഇതൊരെണ്ണം. ഇത് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ തൈയായിട്ട് മുറിച്ചു ഇതുപോലുള്ള കുഞ്ഞു തൈകൾ ആയി കിട്ടും. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ആ കുഞ്ഞ് കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് വലുതാണല്ലോ. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരുന്നതാണ്. നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ചുവട് നമ്മൾ നടുകയാണ്. അപ്പോൾ ഇത് നേരത്തെ മറ്റുള്ള ചെടികൾ നടുന്നതുപോലെ തന്നെ ഈ ഹോളുകൾ അടയാത്തക്ക രീതിയിൽ ഓട് കഷ്ണങ്ങൾ വെച്ചതിന് ശേഷം ഹോളുകൾ അടഞ്ഞ് കിട്ടി. ഇനി നമ്മുടെ ഈ മിക്സർ ഇലപ്പൊടിയും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മിക്സറാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പിടി ആദ്യം അകത്തിടുക. അതിന് ശേഷം ഈ വേരോടുകൂടെയുള്ള ഈ പ്ലാന്റ് ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ പുറത്ത് വീണ്ടും പോട്ടിംഗ് മിക്സ് ഇട്ട് നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ചാണകപ്പൊടി നമ്മൾ ഒരു 15 ദിവസം എടുക്കണം. അപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഇലപ്പൊടി, ചാണകപ്പൊടി, മണ്ണ്, മണൽ, ഇത്രയും മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നടുന്നത്. ഞാൻ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കും, ഫാക്ടംബേഴ്സ് ശകലം ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കടലപ്പിണ്ണാക്കിൻ്റെ തെളി എടുത്ത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല പച്ചപ്പുള്ള ചെടിയായിട്ട് മാറും. നല്ല ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണിത്. നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടും സെമി ഷെയ്ഡിൽ വേണമെങ്കിലും വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നതുവരെ ഒരു ബ്രേക്ക് കൊടുക്കുന്നു. താങ്ക് യു.